ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ബബിൾസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഹൈരാലി ചിക്കൻ ടിക്ക. ഒരു പച്ച കളറിലുള്ള ഒരു ചിക്കൻ ടിക്കയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ പുതിന മല്ലിച്ചപ്പൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് വഴറ്റിയിട്ടൊക്കെയാണ് ഞാൻ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതിൻ്റേതൊരു ശൈലിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൽ ശരിക്കും അത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ പച്ചയിൽ തന്നെ അരച്ചിട്ട് ചേർക്കുക ചെയ്യുക. അപ്പോൾ പുതിന ഇടില്ല, മല്ലിച്ചപ്പ് മാത്രം അരച്ചിട്ടൊക്കെ ചേർക്കണത്. ഞാൻ ഉണ്ടാക്കുമ്പോൾ പുതിന ഇടും. അത് ഞാൻ വഴറ്റിയിട്ടൊക്കെയാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു പച്ച സ്മെല്ല്, ഇങ്ങനെ പച്ചയിൽ അരച്ചിട്ട് ടിക്കാസിൽ നമ്മൾ ചിക്കനിലൊക്കെ ഇതാക്കുമ്പോൾ ഒരു പച്ച സ്മെല്ല് പോലേക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ടേസ്റ്റിക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇതൊന്ന് വഴറ്റിയിട്ട് കുറച്ച് പുതിനയൊക്കെ ചേർത്ത് വഴറ്റിയിട്ട് ഉണ്ടാക്കി. അപ്പോൾ അത് നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ആ ശൈലിയിൽ, ഇന്ത്യതായ ശൈലിയിലാണ് ഞാൻ ഉണ്ടാക്കണം. കണ്ടു നോക്കൂ, കണ്ടിട്ട് അഭിപ്രായം പറയൂ. നിങ്ങളും ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. സിമ്പിളായി നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഓവണോ എയർ ഫ്രയറോ അതൊന്നും വേണ്ട, അല്ലാണ്ട് തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, സപ്പോർട്ട് എന്തായാലും ചെയ്യണം കേട്ടോ. ഹൈരാലി ചിക്കൻ ടിക്കയ്ക്ക് വേണ്ടിയിട്ട് ചിക്കൻ ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി വേണം, ഇഞ്ചിയുടെ ഒരു കഷ്ണം വേണം, 6 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, മല്ലിച്ചപ്പ് ഇത്തിരി തോന വേണം, പുതിന കുറച്ച്, 1 പിടി പുതിന, 2 പിടി മല്ലിച്ചപ്പും, അങ്ങനെ കണക്ക് കിട്ടാം. 1/2 കിലോ ചിക്കനാണ്. പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അത് ഒലിവ് ഓയിലിൽ ഞാൻ ഉണ്ടാക്കുന്നത്, കുക്ക് ചെയ്യണത് കേട്ടോ. അത് വയറ്റണതൊക്കെ ഒലിവ് ഓയിലാണ്. അപ്പോൾ ഇഞ്ചി ഇട്ട് കൊടുക്കുക, കഷ്ണങ്ങളാക്കിയിട്ട് വെളുത്തുള്ളി ഇട്ടുക, പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ, അത് മാറണ വരെ വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക, പുതിന ഇട്ട് കൊടുത്തിട്ട് ഇത് ഒന്ന് വഴറ്റിയെടുക്കുക. വെള്ളമോ കാര്യങ്ങളൊന്നും ചേർക്കേണ്ട. ആ ഒലിവ് ഓയിലിൽ തന്നെ കിടന്നിട്ട് വഴറ്റി വെന്ത് വരണം. എന്നിട്ട് വേണം ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. മറ്റത് ഇതന്നെ വഴറ്റാണ്ട് ചെയ്യുമ്പോൾ അതൊരു പച്ച ചോയ പോലെ ഫീൽ ചെയ്യണ്ടായിരുന്നു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വാടി വന്നിട്ടുണ്ട്. മല്ലിച്ചപ്പും പുതിന ഇത് ജസ്റ്റ് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് വാടി വരും. ചൂടാറിയതിന് ശേഷം ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാണ്ടാണ് അരച്ചെടുക്കേണ്ടത്. ഇതുപോലെ ഞാൻ പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, ജീരകപ്പൊടി എടുത്തിട്ടുണ്ട്, ചാറ്റ് മസാല എടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗരം മസാലപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ തൈര് ചേർക്കുന്നുണ്ട്, ചെറുനാരങ്ങ നീര്, ഇത്തരം സാധനങ്ങൾ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ മസാല ഇതിൽ പിടിപ്പിക്കാൻ വേണ്ടി പോകാം. കുരുമുളക് പൊടിയാണ് ഇത്തിരി കൂടുതലായിട്ട് ചേർത്തോളൂ. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ ഇത്തിരി കുരുമുളക് പൊടി കൂടുതൽ എടുക്കുക, അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയാലും മതി. നിങ്ങൾക്ക് ഏതാണ് പച്ചമുളകാണ് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കുരുമുളക് പൊടി അതിലേതെങ്കിലും കൂട്ടുക കുറയ്ക്കുക ചെയ്യുക കേട്ടോ. അങ്ങനെ ചെറുനാരങ്ങ നീര് ഇട്ടിച്ചു കൊടുത്തു. അതുപോലെ നല്ല പുളിയില്ലാത്ത കട്ട തൈരാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത്. അങ്ങനെ ഒക്കെ നന്നായി മസാല ചിക്കനിൽ പിടിച്ചതിന് ശേഷം ഞാൻ ഇത് 2 മണിക്കൂർ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നതിന് ശേഷമാണ് നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി പോകണം. എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് 2 മണിക്കൂറിന് ശേഷം പുറത്തെടുത്ത് വെച്ച്. ഇതിന് ശേഷം ഞാൻ നല്ല സ്റ്റിക്കുണ്ട്, ആ സ്റ്റിക്കിൽ കോർത്ത് വെച്ചിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ബട്ടറും ഒലിവ് ഓയിലും വെച്ചിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം തിരിച്ചും മറിച്ചും സൈഡും ഒക്കെ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ചുട്ടെടുക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. നല്ല മണമായിരുന്നത്, ഇങ്ങനെ വേവുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര മണം. ഇത് ഭയങ്കര ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ സംഭവം. അപ്പോൾ അത് തിരിച്ച് മറിച്ചും ഒക്കെ റെഡിയാക്കിയിട്ടുള്ള നമ്മുടെ കബാബ് കബാബ് എന്നല്ല, ഹൈരാലി ചിക്കൻ ടിക്ക അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി